الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن وليي الله الذي نزل الكتاب وهو يتولى الصالحين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. എത്രയോ കാലം നിരന്തരമായി വാഹനം ഓടിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് വാഹനവുമായിട്ട് ഇറങ്ങാൻ പേടിയാകുന്നു. എന്താണ് പേടിക്കുള്ള കാരണം? നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അപകട വാർത്തകളും വീട്ടിൽ നിന്ന് എൻ്റെ വാഹനം അപകടപ്പെടുമോ, എൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭയം മാത്രമല്ല, ഞാൻ മൂലം മറ്റാർക്കെങ്കിലും മരണം സംഭവിക്കുമോ, അപകടം സംഭവിക്കുമോ എന്ന ഭയം. കാരണം ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത രൂപത്തിൽ അപകടങ്ങൾ വരുന്നു എന്നുള്ളതാണ് വാർത്തകൾ നമ്മളെ അറിയിക്കുന്ന കാര്യം. അപകട മരണങ്ങൾ. ഈ കഴിഞ്ഞ തൊട്ടടുത്തൊരു ദിവസമാണ് ഒരു ബസ് ഒന്നിലധികം കാറുകളുടെ നേരെ പാഞ്ഞു കയറി ആളുകൾ മരണപ്പെട്ടത്. ഒരു കുട്ടിയെ മടിയിൽ ഇരുത്തി വിശ്രമിക്കുന്ന ഒരു സ്ത്രീ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നൊരു കാറ് തട്ടി ആ കുട്ടി മരണപ്പെടുന്ന രംഗം നാം കേൾക്കുന്ന വാർത്തകളിലെല്ലാം ഒരുപക്ഷെ ആരും ഉത്തരവാദികളല്ലെന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അതേപോലെ തന്നെ ഈ മഴയുടെ സന്ദർഭത്തിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് കൊണ്ട് മരണപ്പെട്ട ധാരാളം മരണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. അതൊക്കെ അപ്രതീക്ഷിതമാണ്. ഒരാൾ മരിക്കാൻ ആഗ്രഹിച്ചില്ല, ഒരാൾ കൊല്ലണമെന്ന് വിചാരിച്ചു ഒന്നുമല്ല. പക്ഷെ നമ്മുടെ യാത്രകൾക്കിടയിൽ നാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്നിടയ്ക്ക് നാം മരിക്കുകയോ അല്ലെങ്കിൽ അപകട മരണങ്ങൾക്ക് സാക്ഷികളാവുകയോ, ഇത് നിരന്തരം കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലുണ്ടാകുന്ന ഭയമാണ് ഞാൻ എങ്ങനെ പുറത്തിറങ്ങുന്നത്. അയാൾ 10, 20, 30 ഒക്കെ കൊല്ലം വാഹനമോടിച്ച ആളാണെങ്കിലും വാഹനത്തിൽ കയറുമ്പോൾ ഒരു ഭയം. അവിടെയാണ് നമ്മളുടെ ചില വിശ്വാസങ്ങളും ചില മാനസികമായിട്ടുള്ള നമ്മുടെ ചില ആശയങ്ങളും നമുക്ക് ചില കരുത്ത് നൽകുന്നത്. ഒന്ന് നമുക്കറിയാം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവനല്ലാതെ കഴിവില്ല, അവനല്ലാതെ ശക്തിയില്ല. ഇപ്പൊ എല്ലാ ശക്തിയും അള്ളാഹുവിലാണ്. എന്നെക്കൊണ്ട് എന്തെങ്കിലും കഴിയുമെന്ന് വിചാരിച്ച ധൈര്യത്തിൽ ഞാൻ പോകേണ്ടതില്ല എന്നാണ്. എന്നെക്കെന്തെങ്കിലും കഴിവുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് ചിലതെല്ലാം സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്ക് പറ്റും? എന്റെ കഴിവുകൾ ഫലപ്രദമാകണമെങ്കിലും മുകളിലെ ഒരു നിയന്ത്രണത്തിന് ഞാൻ വിധേയനാണെന്നുള്ളത്. എത്ര അർത്ഥവത്താണ് നാം രാവിലെ ഇരുന്ന് ചെല്ലുന്ന പ്രാർത്ഥനകൾ. അത് ചില യാഥാസ്ഥികത്വമാണ്, പഴഞ്ചനാണെന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആള് എന്തു മറന്നാലും ആ രാവിലത്തെ ദിക്ർ മറക്കൂല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. യാതൊരു ഉപദ്രവവും ആകാശത്തിലോ ഭൂമിയിലോ യാതൊരു ഉപദ്രവവും വരില്ല. അള്ളാഹുവിന്റെ നാമം അത് ഉൾക്കൊണ്ട് അതിൽ ഭരമേൽപ്പിച്ച് അത് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലും ആകാശത്തിലും അവൻ സുരക്ഷിതനാണ് എന്നാണ്. അത് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശാലമായ ഒരു പ്രാർത്ഥനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫീ ദുആഇഹി ഹീന യുംസി വഹീന യുസ്ബിഹ്. രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറക്കാതെ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ. അല്ലാഹുവേ സുഖം തരണേന, എനിക്ക് ആഫിയത്ത് നൽകണം, എനിക്ക് പ്രതികൂലമായ കാര്യങ്ങൾ ഇല്ലാതെയാക്കണം. ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. എന്റെ സ്വത്തിൽ തരണം, എന്റെ സമ്പത്തിൽ തരണം, എന്റെ കാറിൽ തരണം, എന്റെ വീട്ടിൽ തരണം, എന്റെ സമ്പത്തിൽ, എന്റെ കുടുംബത്തിൽ. അല്ലാഹുമ്മസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി. എന്റെ സ്വകാര്യതകളെ നീ മറച്ചു വെക്കണം. എന്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും നീ എനിക്ക് നിർഭയത്വം നൽകണം. മനസ്സിന് നിർഭയത്വം, പേടില്ലാതെ നടക്കാനുള്ള ഒരു മാനസികമായ കരുത്ത്. അല്ലാഹുമ്മഹ്ഫദ്നി. അല്ലാഹുവേ നീ എന്നെ കാക്കേണമേ. ബൈന യദയ്യ, എന്റെ മുന്നിലുള്ള, അതേപോലെ തന്നെ മിൻ ഖൽഫി, എന്റെ പിന്നിലും, വഅൻ യമീനി വഅൻ ശിമാലി വഅൻ ഫൗഖി, എന്റെ സർവ്വ മേഖലകളിലും എന്നെ ചുറ്റും നിന്റെ സംരക്ഷണം ഉണ്ടാവണം. എനിക്ക് നീ കാവൽ തരണം. എത്ര അർത്ഥവത്താണ് സഹോദരങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ. യഥാർത്ഥത്തിൽ ഈ ഭയം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. പറയാൻ ഉദ്ദേശിച്ചത് അതല്ല സുഹൃത്തുക്കളെ. അള്ളാഹു നമ്മളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കൂടെ ഉണ്ടാവും. അതൊരു വല്ലാത്ത ഭാഗ്യമുള്ള കാര്യമാണ്. നോക്കൂ, നിങ്ങളൊരു വല്ലാത്ത പ്രഖ്യാപനമല്ലേ, ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ്. എനിക്ക് എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഉതകുന്ന നിർദ്ദേശങ്ങളുമായി ഈ ഖുർആൻ ഇറക്കിയ പടച്ചുണ്ടല്ലോ. മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെയും പാരത്രിക ജീവിതത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയല്ലാത്ത ഒരു നിയമവും ആ ഗ്രന്ഥത്തിലില്ല. അത് ഇറക്കി തന്ന പടച്ചോൻ അവനാണ് എന്റെ വലിയ, അവനാണ് എന്റെ രക്ഷാധികാരി. വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ. ആരുടെ രക്ഷാകർത്തത്തെ അള്ള ഏറ്റെടുക്കാം? സ്വാലിഹീങ്ങളെ, സദ്വൃത്തരെ അള്ള കാക്കുമെന്നാണ്. വല്ലാത്തൊരു ധൈര്യമാണ്. ചില സമയത്തൊക്കെ നമ്മൾ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആരെയും അക്രമം ചെയ്തിട്ടില്ല, പടച്ചോൻ എന്നെ കാക്കും. അതൊരു വല്ലാത്ത ധൈര്യമാണ് സുഹൃത്തുക്കളെ. പേടിച്ച് വിറച്ച് തന്റെ ഭാര്യയിലേക്ക് മടങ്ങി തന്ന, ഇറാ ഗുഹയിൽ നിന്ന് മടങ്ങി വന്ന നബി സ്വല്ലല്ലാഹു ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചത് നല്ലത് ചെയ്ത ആളല്ലേ, ഒന്നും വരൂലെന്നാണ്. നല്ലത് ചെയ്തവനല്ലേ, ഒന്നും വരില്ല. രാവിലെ ഇറങ്ങുമ്പോ മനസ്സിന് കിട്ടുന്ന ഒരു ധൈര്യമാണ്. വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ. സദ്വൃത്തരായ ആളുകളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശത്രുക്കളുടെ മർദ്ദനങ്ങൾ ശക്തമായപ്പോൾ അള്ളാഹു നബിയെ സമാശ്വസിപ്പിക്കുന്നത് ഈ വാക്ക് പറഞ്ഞിട്ടാണ്. വസ്ബിർ വമാ സ്വബറുക ഇല്ലാ ബില്ലാഹ്. ക്ഷമിച്ചോ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ക്ഷമിക്കുക. വലാ തഹ്സൻ അലൈഹിം. നീ അവരുടെ കാര്യത്തിൽ നീ ദുഃഖിക്കേണ്ടതില്ല. വലാ തകു ഫീ ലൈകിം മിമ്മാ യംകുറൂൻ. അവരെന്ത് തന്ത്രവും ഗൂഢാലോചന നടത്തിയാലും അതിലൊന്നും നീ ഒരു മനപ്രയാസത്തിലും ആവണ്ട. എന്തേ? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ടാകും, നന്മകൾ ചെയ്യുന്നവരോടൊപ്പവും അല്ലാഹു ഉണ്ടാകും. വല്ലാഹു മഅൽ മുഹ്സിനീൻ. എങ്ങനെയാണ് ആ നന്മകൾ സുഹൃത്തുക്കൾ? ഒന്ന്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ശിർക്ക്, കുഫ്ർ, ഹറാമുകൾ ചെയ്യാതിരിക്കുക. അതിനൊക്കെ വല്ല പണിയാണ്. നമുക്കൊരു ദോഷമില്ലാത്ത ഈ ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. എവിടെ സഞ്ചരിക്കുമ്പോൾ പടച്ചോനെ നിന്റെ കൽപ്പനകളെ പ്രത്യക്ഷമായി ലംഘിച്ചവനല്ല ഞാൻ എന്ന് പറയാൻ പറ്റണം. വഹ്സിനു ഫി ഇബാദത്തിൽ. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഇഹ്സാൻ ചെയ്യാം. നിസ്കരിക്കുമ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നിസ്കരിക്കാൻ നിന്നില്
ഒരു 3 മിനിറ്റ് അതിന് കൊടുത്തില്ല. ആ 3 മിനിറ്റ് പടച്ചോന് കൊടുക്കുക പൂർണ്ണമായിട്ട്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെ മനസ്സിന്റെ ഏകാഗ്രത ആ നിസ്കാരത്തിന് കൊടുക്കുക. അതാ ഇഹ്സാൻ. അള്ള നോക്കി നിൽക്കല്ലേ, അള്ളാന്റെ മുമ്പിലല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരാധനകൾ നിർവഹിക്കാം. അള്ള നമ്മളെ കാണുന്നുണ്ട്. വലിയ ഇഹ്സാനിൽ ഹൽഖ് ബിബദ്ലിൻ നഫ്, എന്തെങ്കിലും ഒരു ഉപകാരം അയൽവാസിക്കോ സഹപ്രവർത്തകനോ യാത്രാവേളയിൽ കണ്ടുമുട്ടുന്നവനോ വഴിയോരത്ത് നിൽക്കുന്നവനോ വിഷമിച്ച് കിടക്കുന്നവനോ ഒരു ഫോണിൽ ഒരു വാക്കെങ്കിലും പറഞ്ഞൊരു ആശ്വാസം പകർന്ന ഒരു നന്മക്ക് അവസരമുണ്ടെങ്കിൽ മറ്റുള്ളവരും എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ, ഇതൊക്കെ നടക്കണമെങ്കിൽ ഒരു ടാർഗറ്റ് വേണം. അതായത് നേരം വെളുത്താൻ ഞാൻ ഇന്നത് ചെയ്യുന്ന ഒരു കണിശത വേണം. 10 റുപ്യ ഞാൻ സംഭാവന കൊടുക്കും എല്ലാ ദിവസവും തീരുമാനിച്ചാൽ എല്ലാ ദിവസവും കൊടുക്കും. ഒരു വക്തും ഞാൻ ജമാഅത്തല്ലാതെ നിസ്കരിക്കൂലാന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. 4 പേജ് ഖുർആൻ ഓതാത്ത ഒരു ദിവസം എനിക്കുണ്ടാവില്ലെന്ന് തീരുമാനിച്ചാൽ 4 പേജ് നമ്മൾ ഓദിക്കും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ ഞാൻ 100 വട്ടം പറയും എന്ന് തീരുമാനിച്ചത് 100 വട്ടം പറഞ്ഞിരിക്കും. അങ്ങനെ നന്മകളുണ്ടെങ്കിൽ മേലെന്നുള്ള കാവല് നമുക്കുണ്ടാകുമെന്നാണ്. സൽക്കർമ്മങ്ങൾക്ക് പരലോകത്ത് തന്നെയാണ് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇഹലോകത്ത് കിട്ടും സുഹൃത്തുക്കളിൽ. ഇന്നല്ലാഹ ലാ യദ്ലിമു മുഅ്മിനൻ ഹസന, ഒരു നന്മ ഒരു മുഅ്മിൻ ചെയ്തോ, ഒരു നന്മ നമ്മളിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അനീതി ചെയ്യൂല എന്നാണ്. യുഅ്താ ബിഹാ ഫിദ് ദുനിയ വയുജ്സാ ബിഹാ ഫിൽ ആഖിറ. ദുനിയാവിൽ അതിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്ന ഒരു നന്മ ചെയ്തോൻ ആ നന്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് അള്ളാഹു ഇവിടെ കൊടുക്കും, നാളെ പരലോകത്തും കൊടുക്കും. അപ്പൊ സുഹൃത്തുക്കളെ, നന്മയല്ലാതെ മറ്റെന്താണ് നമ്മുടെ മോചനത്തിന്റെ ലക്ഷ്യം? എന്നാണ് എല്ലാം. വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വയസീദുഹും മിൻ ഫദ്ലിഹി. സൽക്കർമ്മ പ്രവർത്തിക്കുന്ന ആൾക്ക് അള്ളാഹു അവന്റെ ഔദാര്യത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഫലനുഹയ്യന്നഹു ഹയാത്തുൻ തയ്യിബ, നല്ലൊരു ജീവിതം അവന് നൽകുമെന്നാണ്. അള്ളാഹു എത്ര ഓഫറുകളാണ് പറയുന്നത്. സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അള്ളാഹു അവർക്ക് സ്നേഹം നൽകുന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിസ്സാരമായ ലളിതമായ നന്മകൾ എന്തു വലിയ പ്രയോജനങ്ങളെ നമുക്കുണ്ടാണ്. പടച്ചോൻ നമ്മൾ ഒപ്പുണ്ടാകും. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ ഖാല ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വഅറ. എല്ലാം കണ്ടും കേട്ടും പേടിക്കണ്ട. രണ്ടാൾ പോയിക്കോളൂ, ഹാറൂനോട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്, ഞാൻ എല്ലാം കണ്ടും കേട്ടും നിങ്ങളൊപ്പുണ്ടാവും. അള്ള നമ്മളൊപ്പുണ്ടാകുമെങ്കിൽ എവിടെയും നമുക്ക് പോകാം. ഫിറഔന്റെ കൊട്ടാരത്തേക്ക് കയറി ചെന്നോ, ഞാൻ ഒപ്പുണ്ടാവും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ കാവലല്ലേ ഏറ്റവും വലിയ. ഖുർആൻ ഇങ്ങനെ ശ്രദ്ധിച്ചു വായിക്കുമ്പോഴേ സദ്വൃത്തരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ചില സഹായങ്ങൾ കാണാൻ പറ്റും. ഏറ്റവും ഭയാനകമായ ഒരു രംഗാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിക്കൊണ്ടുപോയിടുന്നത്. കിണറ്റിക്കൊണ്ടുപോയിട്ടിട്ട് ഏകാന്തമായി ആഴമേറിയ കിണറ്റിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു ഒരു വഹി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു ഒരു സന്ദേശം ആർക്ക്? യൂസുഫ് നബിക്ക് കൊടുക്കുന്നുണ്ട്. കിണറ്റിക്കിടക്കാണ്, യാത്രക്കാർ വന്ന് എടുത്തിട്ടില്ല, ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി ഇട്ട സന്ദർഭമാണ്. ആ സമയത്ത് അള്ളാഹു ഒരു സന്ദേശം യൂസുഫ് നബിക്ക് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഫലമ്മാ ദഹബൂ ബിഹി വഅജ്മഉ അൻ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്. ഒരു പോയി കിണറ്റിലിട്ടിട്ട് അവർ പോയി. വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. എന്താ അള്ളാഹ് യൂസുഫ് നബിയോട് പറഞ്ഞു? നിന്നെ അവർ ഈ ചെയ്ത പ്രവർത്തിണ്ടല്ലോ, ഇത് നിനക്ക് അവരോട് ചോദിക്കാൻ ഒരവസരം ഞാൻ തരും. നിന്നെ അവർ ഈ കിണറ്റിലിട്ട് പോയത് ചോദിക്കാൻ നിനക്കൊരവസരം ഞാൻ തരും. നീ അത് ചോദിക്കുമ്പോൾ നിന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. സുഹൃത്തുക്കളെ, എപ്പോഴാ പറയണത്? ഒരു വലിയ പ്രതീക്ഷയല്ലേ, ഇതിന്ന് രക്ഷപ്പെടും, ഒരു നല്ല സ്ഥാനത്ത് എത്തിച്ചേരുമെന്ന വലിയ പ്രതീക്ഷ. പടച്ചോൻ അങ്ങനെ കൂടെ ഉണ്ടാവും, സത്യവിശ്വാസികളായ ആളുകളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. സയകൂനു മിൻക മുആതബ, നിന്നിൽ നിന്നൊരു ആക്ഷേപം കേൾക്കാൻ അവർക്കൊരവസരമുണ്ടാകുന്നതാണ്. ഇത് നിനക്ക് അവരോട് പറയാനുണ്ടായിരിക്കും. ഫഫീഹി ബശാറത്തുല്ലഹു, യൂസുഫ് നബിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ അള്ള പറഞ്ഞതാണെന്ന്. പിന്നത്തെ ഓരോ ഘട്ടങ്ങളിലൂടെയും യൂസുഫ് നബിന്റെ കൂടെ അല്ലല്ലേ സുഹൃത്തുക്കളെ? അതല്ലേ അള്ളാഹു അവസാനമായി സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ ആയത്ത് കാണാം, എന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന എന്റെ രക്ഷകൻ, എന്റെ കൂടെ നിന്നവൻ ആരാണ്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. ഇഹത്തിലും പരത്തിലും നീയാണ് എന്റെ രക്ഷകൻ. സുഹൃത്തുക്കളെ, എത്ര വയസ്സ് പിന്നിട്ടാലും തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ പറയും, പടച്ചോനെ
നീ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് എന്നെ. ആ പടച്ചോന്റെ കൂടെയുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കാവലും ഉണ്ടല്ലോ, അത് മതി സുഹൃത്തുക്കളെ. അത് കിട്ടാൻ ലളിതമായ നമ്മുടെ ജീവിതത്തിലെ ചില ശ്രദ്ധകളും മതിയെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ മതില് ശരിയാക്കിയപ്പോൾ ചോദിച്ചു, ഒരു ഭക്ഷണം തരാത്ത ആൾക്കാരെ മതിലെന്തിന് ശരിയാക്കി കൊടുക്കണമെന്ന് ഖിളിറിനോട് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു. അങ്ങനെ ഓരോന്നിന്റെയും വിശദീകരണം നൽകിയിട്ട് അവസാനം പറയുന്നുണ്ട്, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ വകാന അബൂഹുമാ സ്വാലിഹ. ഒരു മനുഷ്യൻ നല്ലവനായി ജീവിച്ചതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, ആ മതില് വെളിപ്പെട്ടപ്പോൾ അതില് തന്റെ മക്കൾക്ക് വേണ്ടി, അനാഥരായ കുട്ടികൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ആ നിധി പുറത്തു വരാതിരിക്കാൻ എവിടുന്നോ ഒരാളെ കൊടുന്നിട്ട് ആ മതില് ശരിയാക്കി കൊടുക്കണം. അതാണ് അള്ളാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയേണ്ടതിന്റെ വ്യാഖ്യാനത്തിൽ 12 തലമുറക്കപ്പുറത്തുള്ള വാപ്പേരുന്നു ആരാവട്ടെ സുഹൃത്തുക്കളെ, സ്വന്തം മരണപ്പെട്ടു പോയ പിതാവിന്റെ കാവൽ, ആ നന്മയുടെ കാവൽ, എന്റെ സൽപ്രവർത്തനം എനിക്ക് മാത്രമല്ല കാവൽ, എന്റെ തലമുറകൾക്ക് കൂടെ കാവലാണെന്നുള്ള എത്ര വലിയ സന്ദേശമാണ്. എത്ര എത്ര നന്മകളെ അവഗണിച്ചിട്ടാണ് ഒരു ദിവസം പകല് നമ്മൾ പിന്നിടുന്നത്. എത്ര നന്മകള് വെറുതെ ഒന്നെടുത്ത് ചെല്ലി കടക്കാൻ പറ്റുന്ന ഒരുത്തൻ നേരെ വന്നിട്ട് അങ്ങോട്ട് വീഴല്ലേ സുഹൃത്തുക്കളെ. എത്ര നന്മകളെ പാഴാക്കി ആണ് ഓരോ ദിവസവും നമ്മളിന്ന് പോണത്. ഒരൊറ്റ നന്മയാണ് ജീവിതത്തിലെ എല്ലാം മൂസാ നബിക്ക് നേടിക്കൊടുത്തു. ജീവൻ കിട്ടാൻ വേണ്ടി ഓടുകയാണ്. അത് പെട്ടിയും ബാഗും നിർത്തിട്ടല്ല ഓടുക. ജീവൻ കിട്ടാൻ വേണ്ടി ഫിർഔനിന്റെ ഭരണാതിർത്തികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അതിനാ മദിയന് പോയത്. فَسَقَالَهُمَا ثُمَّ تَوَلَّى إِلَى الظِّلِّ وَقَالَ رَبِّ إِنِّي لِمَا أَنزَلْتَ إِلَيَّ مِنْ خَيْرٍ فَقِيرٌ. പടച്ചോനെ, എന്ത് തന്നാലും വേണം. ഒന്നുമില്ലാത്തൊരാൾക്ക് എന്ത് കിട്ടിയാലും വേണ്ടല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കണം. എന്ത് ആ സമയത്തൊരു നന്മ, ആ പെൺകുട്ടികൾ കൊണ്ടുവന്ന ആടിന് വെള്ളം കോരി കൊടുത്തു. കാരണം കൂടെ ആണുങ്ങളില്ല. കോരി കൊടുത്തപ്പോ എന്തുണ്ടായി, പിന്നെ അതാ പെൺകുട്ടികൾ ഒരാൾ വരുന്നു, വാപ്പ ചെല്ലാൻ പറഞ്ഞു അവിടെ ചെല്ലുന്നു. എല്ലാം ആദ്യം എന്താ പറഞ്ഞോ, ഇനി നിന്നെ കൊല്ലാൻ ആരും വരൂല. നജൗത മിനൽ ഖൗമിൻ ദാലിമീൻ. അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടു, നിന്റെ ജീവൻ സുരക്ഷിതമായി എന്നാണ് ആ പെൺകുട്ടികളെ വാപ്പ ആദ്യം പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞു, വിവാഹം കഴിച്ചു കൊടുക്കാൻ. ഇതിലൊരു പെൺകുട്ടി നിനക്ക് വിവാഹം കഴിച്ചു തരാം, ഒരു കരാറിന്റെ പേരിൽ, താമസിക്കാൻ സൗകര്യം, ഭക്ഷണം, എല്ലാം. ഒരു നന്മ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു നന്മ. സുഹൃത്തുക്കളെ, എത്ര അവസരങ്ങളില്ല, അതൊരു അവസരമാണ്. വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ, അപ്പുറത്ത് ഒരാൾ ആവശ്യക്കാർ നിൽക്കുമ്പോൾ, ഒരാണ് കൂടല്ലാത്തത് കൊണ്ട് വെള്ളം കൊടുക്കാൻ ആളില്ലാതെ നിൽക്കുമ്പോൾ ഒരു സഹായം, ഒരു ചുമട് പൊക്കാൻ പ്രയാസപ്പെടുന്നവൻ, ട്രാഫിക്കിന്റെ നടുക്ക് വാഹനം ഓഫായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യയും കുട്ടികളൊക്കെ കാറിലിട്ട് നിൽക്കുമ്പോൾ നമ്മളെ വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് തള്ളി സൈഡാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ നിൽക്കണം. എന്തായാലും അവൻ പോയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഒന്ന് പുറത്തിറങ്ങണമെന്ന് മനസ്സിൽ തോന്നാൻ ഒരു നന്മ. പിന്നൊരിക്കൽ ഞാനും ഇതേപോലെ ഓഫായി ട്രാഫിക്കിൽ കുടുങ്ങാം എന്ന് മനസ്സിലൊന്ന് തോന്നാനെങ്കിലും, അങ്ങനെയെങ്കിലും തോന്നാൻ, പലപ്പോഴും നന്മകളെ അവഗണിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. ആ നന്മകൾ നമുക്ക് തരുന്ന ഫലം ഇഹലോകത്ത് മാത്രം പരിമിതമല്ല എന്നാണ് അർത്ഥം. അവിടെ കിണില്ല. പ്രസവഘട്ടാണ്, അറിയാലോ. ഒരു സ്ത്രീ പ്രസവിക്കുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രസവം വരുന്നത് വരെ പേടിച്ചാണ് ജീവിക്കുന്നത്. പ്രസവത്തിന്റെ സമയം, ആ സമയത്താണ് ആരുമില്ലാത്ത വിജനമായ ഒരു ഈത്തപ്പന മരച്ചോട്ടിലാണ് മറിയം റളിയല്ലാഹു. എന്തേ സംഭവിച്ചത്? പൂർണ്ണ സംരക്ഷണം. വെള്ളമൊഴുക്കി കൊടുത്തു, പഴം വീഴ്ത്തി കൊടുത്തു, എല്ലാം. മാത്രമല്ല സമാശ്വാസത്തിന്റെ വചനം പറഞ്ഞില്ലേ, കുലി വശ്റബി വഖർരി ഐന, കുടിക്ക്, തിന്ന്, സന്തോഷത്തോടെ ഇരിക്ക്, നിന്റെ മുഖത്തൊരു സന്തോഷമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. എല്ലാ സംരക്ഷണവും അള്ളാഹു കൊടുത്തു. മാത്രം അപമാനിക്കപ്പെടുന്ന സമയത്ത് ഒരിക്കലും സംഭവിക്കില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ലേ തൊട്ടിൽ കിടക്കുന്ന കുട്ടി പറയാന്നുള്ളത്. തന്റെ നിരപരാധിത്വം വിളിച്ചു പറയാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് തൊട്ടിൽ കിടത്തി പറയിപ്പിച്ചു. സുഹൃത്തുക്കളെ, പടച്ചോന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത എന്ത് പ്രതിസന്ധികളാണുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാം ഖുർആനിങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചു പോയാൽ സൽപ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന കാവല് കാണാൻ എത്ര ഉദാഹരണങ്ങൾ സുഹൃത്തുക്കളെ. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം ഖിളിർ നബിനെ തെരഞ്ഞു പോകുമ്പോൾ എത്ര ദൂരം യാത്ര ചെയ്തത്? ഹുക്കുബ എന്നാണ്. എത്ര പോയെന്ന് ഓർമ്മയില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ആ മജ്മുഅൽ ബഹർ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് പിന്നെ പോയപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം ആരംഭിച്ചു. ഇമാം നാസിർ സായിദ് റഹ്മത്തുള്ളാഹിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ കേൾക്കാൻ പറ്റും,
അതുവരെ വിജ്ഞാനം തേടിയുള്ള ഒരു പുണ്യയാത്രയാണ്. ആ യാത്ര എത്തേണ്ട അവിടുത്തെറ്റം എത്ര ദിവസം യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തിന് യാതൊരു ക്ഷീണം ഉണ്ടായില്ല. എന്നാൽ ആ എത്തേണ്ട സ്ഥാനം കഴിഞ്ഞപ്പോൾ, ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ ആ നന്മയിലായിരിക്കെ അള്ളാഹുവിന്റെ കാവലും സഹായവും നമ്മൾ ഒപ്പുണ്ടാവും. ആ അതിർത്തിയാണ് കഴിഞ്ഞപ്പോഴോ ഫലമ്മാ ജാവസ ഖാല ലിഫതാഹു ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസ്ബാ. നമ്മുടെ ഭക്ഷണം കൊണ്ട് ക്ഷീണം തുടങ്ങി. അപ്പൊ എന്താ ക്ഷീണം തുടങ്ങിയത്? അതുവരെ ആ പുണ്യത്തിനുള്ള യാത്ര, ആ സമയം, ആ പതിർത്തി വരെ ഒന്നും അറിഞ്ഞതേ ഇല്ല. അള്ളാഹുവിന്റെ കാവൽ സുഹൃത്തുക്കൾ ഉണ്ടാവും. നേരം വൈകും വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ജമാഅത്ത് ഒഴിവാക്കി. യാത്ര ഒരു 5 മിനിറ്റ് കൂടി വേഗത്തെട്ടെ വിചാരിച്ചിട്ടാണ് പള്ളിന്റെ മുന്നിൽ എല്ലാവരും ചെരുപ്പ് പുറത്തിട്ടിട്ട് വാഹനം നിർത്തി ജമാഅത്തിന് കയറുന്നത് കാണുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിട്ടും വണ്ടി നിർത്തുന്ന അസറത്തിന്റെ കൂടെ ആക്കാ എന്ന് മനസ്സ് ചിന്തിക്കാതിരിക്കാൻ ശൈത്താൻ പറഞ്ഞ 5 മിനിറ്റ് നേരത്തെ എത്താന്നാണ്. എവിടെ സുഹൃത്തുക്കൾ? അത് കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ എവിടെയും തങ്ങാതെ അള്ളാഹു നേരെ നമ്മൾ എത്തിച്ചേക്കും. ആ പള്ളി കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ വളവിൽ എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം? അള്ളാഹുവിന്റെ കാവലില്ലാതെ ഒന്നും ജീവിതത്തിൽ നടക്കില്ലെന്ന് തിരിച്ചറിയും. അതാണ് ആ യാത്ര കിട്ടിയത്. അള്ളാഹുവിന്റെ വലിയൊരു സഹായമാണ് കിട്ടിയത്. എത്ര ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഇനിയിപ്പോ നമുക്കറിയണത് ഗുഹാവാസികളുടെ കഥ നമുക്കറിയില്ലേ? അസ്ഹാബുൽ കഹ്ഫ് പ്രവാചകന്മാരൊന്നല്ല സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിനെ സ്നേഹിച്ച അള്ളാഹുവിനെ എന്തൊക്കെ സഹായമാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ജീവിച്ചിട്ട് അതായത് ഉറങ്ങിക്കടന്നിട്ട് 300 ചില്ലാനം വർഷം ജീവിക്കും. അള്ളാഹിന്റെ കാവൽ. അതൊക്കെ മനുഷ്യന്മാരുള്ള ഒരു നാട്ടിലാണ് ഒരു ഗുഹക്കുള്ളിൽ 300 കൊല്ലം ഉറങ്ങുന്നത്. അള്ളാഹിന്റെ കാവൽ എത്ര വലുതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാ ശക്തിയും കഴിവും പ്രതാപവുമുള്ള, അനേകം നാമഗുണ വിശേഷണങ്ങളുടെ ഉടമസ്ഥനായ, നമ്മുടെ ഓരോ ചലനങ്ങളെയും രാവും പകലും കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കാവൽ, അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന നിസ്സാരമായ ചില കർമ്മങ്ങൾ കൊണ്ട് മാത്രം, ശിർക്കില്ലാതെ, ഹറാമില്ലാതെ, ആരുടെയും ഒരു 10 രൂപ നമ്മുടെ രക്തത്തിൽ കലരാതെ നന്മയുമായി നാം ജീവിക്കുന്നുവെങ്കിൽ ആ കാവൽ നമുക്കുണ്ടാകും, നമ്മുടെ കുടുംബത്തിനുണ്ടാകും. അള്ളാഹുവിന്റെ കാവൽ ഒരു കണ്ണിമ വെട്ടുന്ന സമയം മാറി നിന്നാൽ ഞാനും നിങ്ങളും എന്താകുമെന്ന് ആലോചിച്ചാൽ മാത്രം മതിയാകും. അതുകൊണ്ട് സൽക്കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ രക്ഷയും ലഭിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തിന്റെ ആദ്യാവസാനം വരെ മുന്നോട്ട് പോകാനും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടെയും സൗകര്യത്തോടെയും നിർവഹിച്ചു പോകേണ്ട ഒരു ആരാധനാ അന്തരീക്ഷം നമ്മുടെ പള്ളികളിലുണ്ട്. പള്ളികളിൽ നമ്മൾ പൊതുവായി വരുമ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇത്മൻ മുബീന. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉപദ്രവിക്കുന്ന ആള് ഒരു വലിയ തെറ്റാണ് ചെയ്തത് എന്നാണ് അള്ളാഹു ഖുർആൻ ഒരു നില. അതുകൊണ്ട് ധാരാളം നിയമങ്ങളുണ്ട് പള്ളിയിൽ വരും. നമ്മുടെ സാന്നിധ്യം, ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഒരു ജമാഅത്ത് നമസ്കാരത്തിനൊക്കെ വേണ്ടി വന്ന് ചിലപ്പോൾ ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ സംസാരങ്ങൾ തുടങ്ങും. ജമാഅത്ത് കഴിഞ്ഞാൽ ആളുകൾ ദിക്റിലും ദുആയിലുമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ നമ്മൾ പള്ളിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. പള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിശബ്ദം. എത്രമാത്രം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഖുർആൻ ഓത് തന്നെയാണ്. പക്ഷെ എപ്പോഴാണ് ഖുർആൻ ഓതുന്നത്? നിസ്കാരം കാത്തു നിൽക്കുന്ന സമയത്താണ്. നിസ്കാരം കാത്തു നിൽക്കാൻ അവൻ നിസ്കാരത്തിലാണ്. പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, നിസ്കാരം കാത്തുക്കുമ്പോൾ ഖുർആനോദലാണോ ദ്വാരക്കലാണോ ഏറ്റവും പുണ്യം. ദ്വാരന്നാൽ എന്താ? ആ സമയത്ത് ഒരാൾ ആത്മാർത്ഥമായി മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മാ ബൈനിൽ അദാനി 2 ഭാഗ്യനീക്കാമത്തിനിടയിലാണെങ്കിൽ അത് പ്രത്യേകം സ്വീകരിക്കപ്പെടും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുളിച്ചു വരണതാണ്. എന്തിനാ കുളിച്ചു വരണമെന്ന്? അത് നിസ്കരികൾക്ക് ബുദ്ധിമുട്ടിലാക്കാനാണ്. ഉള്ളി തിന്ന് വരെ ഇത് പറഞ്ഞോട്ടാ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാക്കാനാണ്. പല്ല് തേക്കണം 5 നേരം എന്ന് പറഞ്ഞാൽ എന്തിനാ? പറ്റുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ പലപ്പോഴും ജുമാക്ക് വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ, അവരൊക്കെ പള്ളിയിൽ എപ്പോഴും വരാത്തതുകൊണ്ട് തന്നെ പള്ളിയിലെ മര്യാദകൾ അവർക്ക് അറിഞ്ഞോളുന്നില്ല. ചില പുതിയതായി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങാടിയിൽ വന്നപ്പോൾ ഒന്ന് ജുമാക്ക് കയറാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? ജുമാക്ക് വന്നു കഴിഞ്ഞാൽ പള്ളി കയറിയാൽ പിന്നെ നമ്മൾ നാട്ടിലത്തെ വർത്താനം പരിപാടികളൊക്കെ നമ്മൾ നിർത്തിക്കണം. കാരണം അവിടെ ദിക്റുള്ള അള്ളാഹുവിനെ സ്മരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് അതേമാതിരി വേഷങ്ങൾ,
നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ വേഷം, ഇസ്ലാമികമായ വേഷങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ എപ്പോഴും വേണം. അത് പൂർണ്ണമായി പാലിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലെ ഇലകൾ. നിങ്ങൾ വഴിയിലിരിക്കരുത് എന്നാണ്. ഇത് എവിടെയും പാടില്ല. വഴിയിൽ നമ്മൾ ആളുകൾക്ക് പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തടസ്സപ്പെടുത്തുന്ന രൂപങ്ങൾ. പള്ളിയിലെ അസൗകര്യങ്ങളും കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരമാവധി സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്താൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ ദീൻ ശരിയായ ജീവിതത്തിൽ പാലിക്കുവാനും അത് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾക്ക് നീ അനുഗ്രഹവും കാരുണ്യവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.